ഓക്കെ, 13 കൊണ്ടുള്ള ഹരണം. 13 കൊണ്ടുള്ള ഹരണം ഒരു തന്നിരിക്കുന്ന ഒരു സംഖ്യ അത് 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാന സംഖ്യയുടെ 4 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. അവസാനം കിട്ടുന്ന ഉത്തരം, അവസാനം കിട്ടുന്ന 2 അക്ക സംഖ്യ, ആ 2 അക്ക സംഖ്യ 13 13ൻ്റെ ഗുണിതമോ ആണെങ്കിൽ പ്രസ്തുത സംഖ്യയെ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 702 എന്ന സംഖ്യയിലെ അവസാനത്തെ സംഖ്യയുടെ 4 ഇരട്ടി എടുക്കണം. അവസാന സംഖ്യ 2 ആണ്, അതിൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 4 8 എന്നാണ്. ആ 8 ഇതിനോടൊപ്പം ചേർക്കണം. അപ്പോൾ 78 എന്ന് കിട്ടും. നമുക്ക് 78 13ൻ്റെ ഗുണിതാണോ നോക്കിയാൽ മതി. അങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പ്രോസസ്സ് തുടരണം. വീണ്ടും അതേ സ്റ്റെപ്പുകളിൽ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഇതിലെ 8നെ മാറ്റി ആ 8ൻ്റെ 4 ഇരട്ടി ഇതിനോടൊപ്പം ചേർക്കണം. 8ൻ്റെ 4 ഇരട്ടി പറഞ്ഞാൽ 8 ഗുണിക്കണം 4 32. ആ 32ഉം 7ഉം കൂട്ടണം. അപ്പം 39 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി 39 13ൻ്റെ ഗുണിതമാണ് എന്ന് നോക്കാൻ എളുപ്പമാണ്, നമുക്കറിയാതെ അല്ലേ. എന്താണ്? 13 ഗുണിക്കണം 3 ആണ് 39, 3 9, 1 3 3. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഈ 702 എന്ന സംഖ്യ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം ചെയ്ത് നോക്കാം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 3133നെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? അതായത് ഈ സംഖ്യ 13 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 കിട്ടുമോ എന്നർത്ഥം. ശിഷ്ടം 0 വരുമ്പോഴാണ് നമ്മളതിനെ നിശേഷം ഹരിക്കാൻ സാധിക്കും എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 13 കൊണ്ടുള്ള നിശേഷ ഹരണം നമ്മൾ എന്താ പഠിച്ചത്? അവസാന സംഖ്യ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അതിൻ്റെ 4 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. അപ്പോൾ 3ൻ്റെ 4 ഇരട്ടി 12. ആ 12 ഇതിനോടൊപ്പം ചേർക്കണം. അപ്പോൾ 3 2 കൂട്ടിയ 5, 1 കൂട്ടിയ 2, 3 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 4 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം ചേർക്കണം. ഓക്കെ, അപ്പോൾ 5ൻ്റെ 4 ഇരട്ടി 14 20, 20 32നോടൊപ്പം ചേർക്കണം. അപ്പോൾ 2 3ഉം 2ഉം 5 എന്ന് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ 52 13ൻ്റെ ഗുണിതാണോ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ? എങ്ങനെ ചെയ്യേണ്ടത്? ഇതിലെ അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്ക 2, അതിൻ്റെ 4 ഇരട്ടി ഇതിൽ തൊട്ട് മുമ്പുള്ള 5നോടൊപ്പം കൂട്ടണം. 2ൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 4 8. ആ 8ഉം 5ഉം കൂട്ടണം. അപ്പോൾ നമുക്ക് 8ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ 13 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 13 13ൻ്റെ ഗുണിതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് ഇവിടെ അവസാനം കിട്ടുന്ന 2 അക്കം 13 13ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടി ഈ സംഖ്യ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം. 111 0 2 11,102നെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യേണ്ടത്? ഇതിലെ അവസാനത്തെ സംഖ്യയുടെ 4 ഇരട്ടി അതിന് മുമ്പുള്ള സംഖ്യയോടൊപ്പം ചേർക്കണം അല്ലേ. അവസാനത്തെ സംഖ്യ 2, അതിൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × 4 8. അത് ഇതിനോടൊപ്പം ചേർത്തു. 8 എഴുതി 1 1 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിലെ അവസാന സംഖ്യയുടെ 4 ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം ചേർക്കണം. അപ്പോൾ 8ൻ്റെ 4 ഇരട്ടി 32 അല്ലെ. 8 × 4 32. ആ 32 ഇതിനോടൊപ്പം ചേർക്കുന്നു. 111നോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ 2 1 കൂട്ടിക്കഴിഞ്ഞാൽ 3 3 1 4 1 ഇറക്കി എഴുതി. ഓക്കെ, ഇനിയും ചെയ്യണം അല്ലേ. ഓക്കെ, ഈ പ്രോസസ്സ് തുടരണം 2 അക്കം കിട്ടുന്നത് വരെ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ, അതായത് 13ൻ്റെ ഗുണിതം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാവുന്ന രീതി വരെ നമുക്കിത് തുടരണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിലെ അവസാനത്തെ സംഖ്യ 3, അതിൻ്റെ 4 ഇരട്ടി ഈ 14നോടൊപ്പം ചേർക്കണം. 3ൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 4, 3 4 ഗുണിച്ചാൽ 12. ആ 12 14നോടൊപ്പം ചേർക്കണം. അപ്പം 4 2 കൂട്ടിയ 6, 1 1 കൂട്ടിയ 2 26. നമുക്കറിയാം 13ൻ്റെ ഇരട്ടിയാണ് 26. അപ്പോൾ 26 എന്നത്
13ൻ്റെ ഗുണിതമാണ് 13ൻ്റെ ഇരട്ടിയാണ് 26. അതുകൊണ്ട് ഈ പ്രസ്തുത ഈ സംഖ്യയെ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 13 കൊണ്ടുള്ള നിശേഷ ഹരണം. എന്താണ് ചെയ്യേണ്ടത്? അതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 4 ഇരട്ടി അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യയോടൊപ്പം കൂട്ടണം. ആ പ്രോസസ്സ് തുടരണം. എപ്പോഴാണോ 13ൻ്റെ ഗുണിതമോ നമുക്ക് കിട്ടുന്നത്, ആ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ, അതായത് 13ൻ്റെ ഗുണിതമോ കിട്ടിക്കഴിഞ്ഞാൽ പ്രസ്തുത സംഖ്യയെ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 14 കൊണ്ടുള്ള നിശേഷ ഹരണ സാധ്യത. 14 കൊണ്ടുള്ള നിശേഷം ഹരണം എന്ന് പറഞ്ഞാൽ 14 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഗുണിക്കണം 7 ആണ് 14. 2ഉം 7ഉം ഗുണിച്ചതാണ് 14. അപ്പോൾ നമുക്ക് പറയാം 2 കൊണ്ടും 7 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന, 2 കൊണ്ടും 7 കൊണ്ടും പൊതുവായിട്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 14 കൊണ്ടും നിശേഷം ഹരിക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യ ആയാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് ഇങ്ങനെയും പറയാം, ഇരട്ട സംഖ്യയായ എല്ലാ 7ൻ്റെ ഗുണിതങ്ങളും നമുക്ക് 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ അല്ലേ. അതായത് 2ൻ്റെ ഗുണിതമായ ഇരട്ട സംഖ്യയായ ഏതൊരു 7ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യയും നമുക്ക് ഏതുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഇരട്ട സംഖ്യയാണോ നോക്കണം അല്ലേ. അപ്പോൾ അത് ഓക്കെയാണ്, ഇത് ഇരട്ട സംഖ്യയാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കണം. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം. ആ പ്രോസസ്സ് തുടരണം. എപ്പോഴാണോ അവസാനം 7ഓ 7ൻ്റെ ഗുണിതമോ വരുന്നത്, അങ്ങനെ വരികയാണെങ്കിൽ 7ഓ 7ൻ്റെ ഗുണിതമോ കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം പ്രസ്തുത സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമുക്ക് തുടരാം. അപ്പോൾ അവസാന സംഖ്യയുടെ ഇരട്ടി അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ 2ൻ്റെ ഇരട്ടി 4 അല്ലേ, ആ 4 ഇതിൽ നിന്ന് കുറയ്ക്കണം. 123 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 119 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അവസാനത്തെ സംഖ്യയായ 9ൻ്റെ ഇരട്ടി ഈ 11 നിന്ന് കുറയ്ക്കണം. 9ൻ്റെ ഇരട്ടി എത്രയാ? 18. ആ 18 11ൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, 11 നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് വരും അല്ലേ. ചെറുത് നിന്ന് വലുത് കുറച്ചാൽ മൈനസ് വരും. ഓക്കെ, അപ്പോൾ 18 നിന്ന് 11 കുറച്ചാൽ 7 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ -7 ആണെങ്കിലും അത് ഏതിൻ്റെ ഗുണിതമാണ്? 7ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ ഒരു സംഖ്യയെ 1232 എന്ന സംഖ്യയെ നമുക്ക് 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും, 7 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 1232 എന്നത് 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സംഖ്യയെ 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇരട്ട സംഖ്യയായ ഏതൊരു 7ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യയും നമുക്ക് 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യയാണ് എന്നർത്ഥം. ഓക്കെ.